ഭാര്യയെയും കാത്തുകൊണ്ട് ഭർത്താവിനെയും ഭാര്യയെ കാത്തു നിൽക്കുന്ന മുത്തഖീങ്ങളെ നിയമനപ്പെടുത്തണേ അല്ലാഹ്. പൊന്നുമക്കളെ നീ സാലിഹീങ്ങളാക്കി കൊടുക്കണേ അല്ലാഹ്. ഇനി ഉമ്മ മരിച്ചു പോയാൽ ഇതുപോലെ നടത്തു വന്നാൽ ഇങ്ങനെ ആശ്രയിപ്പിക്കുന്ന പൊന്ന സാലിഹീങ്ങളായ മക്കളാക്കണേ റബ്ബേ. ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ തമ്പുരാനെ. ലോകത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. അവസാനം മരിക്കുന്ന നേരെ കെളിമ പറഞ്ഞ് സ്വർഗം എന്ന് മരിപ്പിച്ച് നാളെ മരണപ്പെട്ട അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സഹോദരൻ ഗൾഫിലാണ്. ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ ഭാര്യ ഭർത്താവായിട്ട് വിഷമിക്കേണ്ട പൈസയോ അതുണ്ടാവും. തിരിക്കുന്ന അവർ മാത്രമാണ് തിരിക്കേണ്ട എന്റെ വീട്ടിലേക്കല്ല. ഇതുകൊണ്ട് കഴിയില്ലാത്തൊരാളാണ്. കഴിയില്ല പാവമാണ് കഴിയുന്നവരൊക്കെ പരമാവധി നാലാമത്തെ സഹോദരി 100 സ്ഥലം പുറത്തല്ലേ اللهم صل على محمد വെളുപ്പിലുള്ള ഭർത്താക്കന്മാർ ഭാര്യമാരെയാണ് സ്നേഹിക്കാറുണ്ട്. പക്ഷെ ഭർത്താവിന് വേണ്ടി ഒരു പെണ്ണ് ഇവിടെ ഇരുന്നിട്ട് അതൊക്കെയാണ് എന്റെ ഭർത്താവ് കടലിനല്ല കാണാൻ പറയുന്നത്. അള്ളാഹു ഭർത്താവിനെ സലാത്തിന് കൂടുതൽ സലാത്തിന് നൽകാൻ അവസരമുണ്ട്. കേട്ടിട്ടില്ല. ജനുവരി 25, 26 തിരൂരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ലക്ഷക്കണക്കിന് ഒരാൾ പോലെ സലാത്തിന് വേണ്ടി ഇവിടെ അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സകലത്തിന്റെ സഹോദരി അവരവസാനമായ കരുണക്കരയാണ്. പടച്ചറപ്പേ ഭാര്യയും മകളെയും വിട്ട് ഈ ജീവിതത്തിന്റെ നേരത്തിലെ കൂട്ടുകുട്ടികളാൽ ജീവിതത്തിൽ ഭർത്താവ് ഈ സഹോദരിയായ ഭാര്യയുടെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ എല്ലാവിധ അപകടത്തിലും കാക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജോലിയിൽ അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അദ്ദേഹം നാട്ടിൽ വീട്ടിൽ പോയ ഭാര്യയെയും മക്കളെയും നീ കാത്തോളണേ അല്ലാഹ്. ആ മക്കളെ നീ സാധിക്കണേ അല്ലാഹ്. ആ സ്നേഹിതരിയായ ഭർത്താവിനോട് അവസാനം വരെ പൊരുത്തത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ ഇതേ ഭർത്താവിനോടും മക്കളോടും വന്ന് സ്വർഗത്തിൽ ഒരുമിച്ച് മുക്കണേ റബ്ബേ. അപകടത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. റബ്ബേ വല്ലാതെ തണുപ്പുള്ള രാത്രിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ പ്രവാസത്തിൽ ഉറങ്ങാൻ കിടന്നതാണ്. ചൂടുകാരായ 3 വരവുകളിൽ വെച്ച് വിറക് കൂട്ടി തീയാളിക്കത്തി തണുപ്പ് മാറി നന്നായി തുടങ്ങി. രാവിലെ നേരത്തെ അടുത്തുള്ളവരെ കണ്ടത് വിറക് കല്ലുകൾ മാത്രമാണ്. തീ പിടിച്ച് വിറക് കല്ലുകളെ പോലെ കത്തിക്കരിഞ്ഞു പോയി 4 പ്രവാസികൾ കാത്തിരുന്നു. ഭാര്യയുടെയും ഉമ്മയുടെയും മക്കളെയും മുമ്പിൽ വന്നത് തിരിച്ചറിയാത്ത കത്തിക്കരിഞ്ഞ മൃതദേഹമാണ്. റബ്ബേ ഞങ്ങളുടെ മുഴുവൻ ഗൾഫിലുള്ള സഹോദരങ്ങളെയും നീ കാത്തോളണേ അല്ലാഹ്. റബ്ബേ ഈ സഹോദരിയുടെ ഭർത്താവിനെ സർവ്വവിധ അപകടത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കണേ. ആർക്കിന്റെ 7 വിഭാഗം ആളുകൾ 3 പേര്. 5-ാമത്തെ
പെട്ടെന്ന് തളർത്തി അൽഹംദുലില്ലാഹ് അല്ലാഹു പണത്തിൽ നിന്ന് ഈ പാവങ്ങൾക്ക് വേണ്ടി നല്ല രാത്രി ഇനി ഇതുപോലെ രാത്രി അടുത്ത വർഷം അഞ്ചാമത്തെ എല്ലാ നിങ്ങൾ ഉറങ്ങി ഞാൻ പോയി നാളെ രാത്രി പരിപാടി അത് അടുത്ത എവിടെ എന്തെങ്കിലും ഒരു ആമീൻ ഉണ്ടാവും. അതാണ് ഈ ദുആയുടെ പ്രത്യേകത. അല്ലാഹു സംഘാടകരെ അടുക്കരുത്. ഓരോരുത്തരായി ചില ആളുകൾ പരസ്യമായിട്ട് പറയാൻ മടിക്കുന്നവരുണ്ട്. അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടേക്കും ആരാധന പറയുക. അപ്പോൾ ആരുടെ ആരാണ് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു പോലെ അല്ലാഹു നാളെ സ്വർഗ്ഗത്തിൽ ഈ കടല് പോലെ അള്ളാഹു ഇജാബത്ത് തരും. ആ ഉറപ്പോടെ നിങ്ങൾ അള്ളാഹു എല്ലാവരെയും കബൂലാക്കട്ടെ. അള്ളാഹു എല്ലാവരെയും കബൂലാക്കട്ടെ. അള്ളാഹു എല്ലാവരെയും കബൂലാക്കട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ തമ്പുരാനെ. പടച്ചവനെ ഈ സ്ഥലത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക മേഖലയിൽ നിന്നാണോ അതിനെ വളർന്നു നൽകണേ അല്ലാഹ്. കാക്കണയല്ല മക്കളെ കാര്യങ്ങളാക്കണയല്ല. അതിനേക്കാളും കിട്ടാനില്ല. ആശയോട് വളർത്തുന്ന മക്കള് പുഞ്ചിരിക്കുന്ന കുഞ്ഞമക്കളാക്കണയറേ. അസുഖത്തിന് പ്രയാസത്തിന്റെ കാക്കണയല്ല. കടബാധയുടെ കാക്കണയല്ല. എന്തെങ്കിലും പ്രയാസം വരുന്നത് നീ മാറ്റി കൊടുക്കണയല്ല. നാളെ സ്വർഗത്തിലെത്താൻ മുമ്പ് നീ തുണയ്ക്കണേ അല്ലാഹ്. ബിഹഖി അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില سيدنا محمد الذي تنهد به القلب وتنفرد به القرب وتغلى به الحوائج وتنال به الضرائب وحصول القوائم ويستسقى الغمام وعلى آله وصحبه في كل لمحة ونفس ليعمل كل مهلوم لك. اللهم രണ്ടേ ബാക്കി ആറാമത്തെ അല്ലാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അത് വീണ്ടും തോന്നുന്നില്ല. അള്ളാഹു എല്ലാ ഭാഗമാർക്കും അള്ളാഹു ആക്കിയിട്ട് അനുഗ്രഹിക്കണം. പഴയ അറിവുള്ള പഠിപ്പിച്ച് ഇപ്പൊ വളർന്നു പറയുന്നത് നമ്മുടെ ആരെയും സംബന്ധിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് അനുഗ്രഹിക്കട്ടെ. മതപരികൾക്കും സമുദായത്തിന്റെ വെളിച്ചമാണ്. അള്ളാഹു തരട്ടെ. അള്ളാഹു തരട്ടെ. അതോടൊപ്പം തന്നെ പുതിയൊരു പ്രഭാഷണം കോഴിക്കോട് കടപ്പുറത്താണ്. ഡിസംബർ 30 ഇൻഷാ അല്ലാഹ്. ഡിസംബർ 31 12 മണി അടുത്ത വർഷം തുടങ്ങാം. ആ സമയത്ത് 1 കോടി രൂപ അവിടെ എല്ലാവരും കോഴിക്കോട് കടപ്പുറത്ത് അപ്പൊ പിന്നെ നോക്കണ്ട. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു കാര്യം ആഗ്രഹിക്കുന്നറിയാം. പക്ഷെ ഇതുകൊണ്ട് എത്ര പാവമായ ഒരു വീട്ടില് ഒരു വാട്ടർ ഒരു ക്യാൻസർ ഒരു 50,000 രൂപ അവരുടെ അടുത്ത പോകാൻ മാത്രം മതി.
അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പരന്നു കിടക്കുന്ന സദസ്സിൽ ഉസ്മാനിന്റെ കഥ പറഞ്ഞപ്പോ ചാടിയതേറ്റൊരു വൃദ്ധകരമാകുവേ ഞാൻ നിന്റെ വീടിന് വേണ്ടി നീ എനിക്ക് തന്നത് നിനക്ക് വേണ്ടി നീ എന്നെ പഴച്ചത് നിനക്ക് വേണ്ടി അല്ലാഹുവേ സമ്പത്ത് തന്നത് നിന്റെ ദീനിന് വേണ്ടി ആ വൃദ്ധന നീ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യം നൽകണയല്ല, ശരീരത്തിലെ ആഭിയത്തിൽ നൽകണേ തമ്പുരാനെ, ആരോഗ്യം നൽകണേ തമ്പുരാനെ. അവരുടെ നമുക്ക് നീ സാഹചര്യങ്ങളും സച്ചരിതയുമാക്കണയല്ല, സച്ചരിതയുമാക്കണയല്ല. ആ ഉത്തരവിലും മറക്കാത്ത കൊണ്ടുവന്നാക്കണയല്ല. ലോകത്തിന്റെ കടത്തിൽ നിന്ന് പ്രയാസത്തിൽ നിന്ന് കാക്കണയല്ല. ഈ ദുരിതത്തിന്റെ പൂരിശയുള്ള വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ എല്ലാവരും നീ ചൊല്ലിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആവശ്യത്തെ കടല് കിട്ടുന്നത് നാളെ പരമകത്ത് ആവശ്യത്തെ കടല് കിട്ടുന്നത് ഏഴ് വിഭാഗം ആളുകളാണ് നബി മുഹമ്മദ് മുസ്തഫ ആവശ്യത്തെ കടല് നൽകിയിരിക്കുന്നത്. ഏഴാമത്തെ അരമണിക്കൂറുകൾ കഴിഞ്ഞാൽ ഏഴാമത്തെ ഒന്ന് കൈകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വാഗ്ദാനം ചെയ്ത് പിന്നീട് കൊടുക്കാം. ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലാഹു സ്വീകരിക്കട്ടെ. എപ്പോഴും ഓർത്തിരിക്കും അല്ലാഹു സ്വീകരിക്കട്ടെ. അക്കപ്പുറല്ല ഏഴാമത്തെ ആളുകൾ മരിച്ചുപോയി ഉപ്പാക്ക് വേണ്ടിയാണ് ആറാമത്തെ സഹോദരൻ ചെയ്താലി അള്ളാഹു ഉപ്പയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. കബർ വെളുത്തെടുക്കാക്കി അള്ളാഹു കബർ എല്ലാവരും വെളുത്തും നൽകിയിരിക്കട്ടെ. അഞ്ചാമത് വന്ന സഹോദരി ഇബ്രാഹിം വളാഞ്ചേരി ഗൾഫിലാണ്, കച്ചവടമാണ്, കടങ്ങളുണ്ട്. അള്ളാഹു ഉപ്പയുടെ വർദ്ധവർ കടമൊക്കെ മാറ്റി കൊടുക്കട്ടെ. അത് മാറാൻ പറ്റിയ പാദം നീ നൽകി കുടുംബത്തിൽ ഏഴാമത്തെ അലൈസൈക്കും അതിനുള്ള ശേഷി ഒരാൾ എല്ലാവരും സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഈ വിഷയം പറഞ്ഞ് പൂർത്തീകരിക്കേണ്ടത് വിഷയം പറഞ്ഞ് പൂർത്തീകരിക്കണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു സഹോദരി രണ്ട് ഭവനങ്ങളുണ്ട്. അതിന്റെ കാര്യം ഇതാണ് മോനെ ആത്മാവാനും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഈ മാർഗത്തിൽ അള്ളാഹു ഞാൻ ഒരു പെണ്ണൊരു മാല ഊരിയുടെ മാല കയറുമാറി ഒരു നിമിഷം കൊണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. ആദരവായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബികൽ കരീം അല്ലദീ ഖലഖക വസവ്വാക ഫഅദല ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റക്കബക. ഏ മനുഷ്യ, എന്റെ അല്ലാഹുവിനോട് നന്ദിയില്ലാതെ അല്ലാഹുവിനെ മറന്നവരുണ്ട്. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ എപ്പോഴും നീ ഉണ്ടാകാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നന്ദി നൽകിയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ പാഠം എന്താ? റബ്ബിനോട് നന്ദി കാണിക്കണം. നന്ദി കാണിക്കണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന് നിസ്കാരം, മറ്റൊന്ന്
മറ്റൊന്ന് എപ്പോഴും ഈ രണ്ട് കാര്യം ഖുർആൻ മനുഷ്യനോട് പറഞ്ഞതാണ്. നീ പഠിക്കുന്നത് പഠിക്കാൻ തേനീച്ചയുടെ അറ കണ്ടിട്ടുണ്ട്. തേനുണ്ടാകുന്ന വെക്കുന്ന അറയിൽ നിന്ന് 40 കല്ല് അപ്പുറത്താണ് തേനീച്ചയുമായി ഉള്ളത്. കാരണം അദ്ദേഹം മനുഷ്യന് കുടിക്കാനുള്ളതാണ്. അതിന്റെ നമ്മൾ മറ്റൊരായോ നമ്മൾ തേനീച്ച കണ്ട് പഠിക്കണം മനുഷ്യ. തേനീച്ച കണ്ട് പഠിക്കണം മനുഷ്യ. അതിന്റെ ആഹാരത്തെ ശ്രദ്ധിക്കാറില്ല. നമ്മൾ എന്തൊരു ഗ്രന്ഥമാണ് അള്ളാഹു പഠിക്കാൻ കഴിയില്ല. ഏത് എപ്പോഴും അത് നന്ദി കാണിക്കാനുള്ള ഏറ്റവും അള്ളാഹു നന്ദി കാണിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്നത് അള്ളാഹു നന്ദി കാണിക്കാൻ മോനെ ബാങ്ക് വിളി കേൾക്കണം, പള്ളിയിലേക്ക് പോകണം, പൊറുവിടണം, എന്നെ സമാഹിനോട് തകർക്കണം. ഇന്നേ വലിയൊക്കെ വന്നില്ലേ സമാവാസി കൺകള ഹനീഫം മുസ്ലിമാ ഓമാനെന്നെ മുസ്ലിമീ ഇന്നതാബേ വൽസുകി വഹിയായ റഹ്മാതേ ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ജീവിതത്തിന് ധാരാളമായിട്ട് ചെല്ലണം. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമിതാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. സന്ധ്യയ്ക്ക് ജീവിതകാരനെ ആ സമയത്ത് നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് ആ സമയത്ത് ചെല്ലണം. മുന്നേ ഞാൻ തുടങ്ങിയിരുന്നേ. പഴയ കളഞ്ഞുപോയ നമ്മുടെ പഴമേ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. സന്ധ്യാസമയത്ത് ചിത്രവികളുണ്ടാവണം. സന്ധ്യാസമയത്ത് ചിത്രവികളില്ലാൽ ആകാശ ലോകത്തിൽ നിന്ന് അമ്മാവിന്റെ മുഴക്കുകൾ കുറ്റി പുറത്തോട്ട് വഴി മാത്രമേ ഏത് വീട്ടിലാണോ സന്ധ്യാസമയത്ത് ചിത്രമുള്ളത് ആ വീടിന്റെ മുകൾ ഭാഗം പ്രകാശത്തിന്റെ കുക്കപോലെ തൊലിക്കാതിടണം. ആ മരങ്ങളിൽ ആകാശത്തിൽ നിന്ന് ഈ പ്രകാശം വീട്ടിൽ വന്നിട്ട് അതിന്റെ വാതിൽ പടിക്കോട്ട് കയറുമ്പോഴേ അള്ളാഹുവിന്റെ മരത്തുകളുടെ ദുആ ചെയ്യും. അല്ലാഹുവേ ഈ വീട്ടിന് നിന്റെ അനുഗ്രഹം നിറയ്ക്കണേ തമ്പുരാനേ. പെങ്ങളെ 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 നീയാണ് നിന്റെ ഉത്തരവാദി. സന്ധ്യാസമയത്തോ മലക്കുകൾ എന്റെ വീട് സംരക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സാധ്യമായി, ഏറ്റവും വലിയ സാധ്യമായി, ഏറ്റവും വലിയ മുസ്തഫിയായി മാനായ പെങ്ങളെ ഇത് നിങ്ങളോട് വേണ്ട വസിയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ കസീറാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ ദുആയിലൂടെ നടക്കുകയാണ്. ഒരു സഹോദരിയുടെ കയ്യിൽ ഒരു കത്ത് തന്നത് 10 വർഷം മുമ്പാണ് സഹോദരിക്ക് കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിപ്പോഴും വെന്റിലേറ്ററിലാണ്. സഹോദരൻ ദുആ ചെയ്യാൻ എന്റെ 10 പേരുടെ സമയം നോക്കിയ പേര് കിട്ടിയില്ല. ഉസ്താദ് പേരിട്ട് തരണം. ആ പേരിലാണ് തങ്ങളെ ഏറ്റവും നല്ല പേരാണ് ഫാത്തിമ. ഫാത്തിമ ലലനാമണി ഫാത്തിമ. ഈ ദുരന്തരാണ് ആ പന്ത്രണ്ട് വേണ്ടി ഒരു പേര് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹു ആ കുഞ്ഞിനല്ലാഹു ആരോടുകൂടിയുള്ള ദുർഗായി കൊടുക്കട്ടെ. 1000 പ്രയാസങ്ങൾ, 1000 ദുഃഖങ്ങൾ, എന്തിനാണ് ദുഃഖമല്ലേണ്ടത്? 1000 ദുഃഖങ്ങൾ, 1000 പ്രയാസങ്ങൾ. ഇബ്രാഹിമിന്റെ സഹോദരന്റെ കടമാണ് ദുആ ചെയ്യണം. ഒരു സഹോദരൻ ക്യാൻസറാണ് ദുആ ചെയ്യണം. അല്ലാഹുവേ അല്ലാഹുവേ ജീവിതത്തിന്റെ വേദനകളും മനസ്സിൽ പേറി പാതയാമയത്തിൽ ദുആയിക്കൊണ്ട ഈ ഞങ്ങളോട് നിങ്ങളെല്ലാവരും മാർഗമില്ല. നന്ദിയുള്ളവരായ എല്ലാവരും മാർഗമില്ല. ആ മനുഷ്യനോട് പറഞ്ഞ പ്രമേയമതാണ് എല്ലാവർക്കും നന്ദി.
നന്ദിയുണ്ട്, നിനക്ക് നന്ദിയില്ല. അതുകൊണ്ട് ഭക്തിരക്തിദേവര് ഒരു പക്ഷി പോലും കോടി പോലും ഇതേവരെ ഭക്ഷണമില്ലാതെ ഭക്ഷണമെന്ന് മരിച്ചിട്ടില്ല. ഈ കുഞ്ഞുപുറത്തൊരു പെരുമതായ ഭക്ഷണമില്ലാതെ ഭക്ഷണമെന്ന് മരിച്ചിട്ടില്ല. ഈ കുഞ്ഞുപുറത്ത് ആകാശത്തിന്റെ കുറവ് പറഞ്ഞിട്ട് നിന്റെ വീട്ടുകൊണ്ടു വന്നിട്ടില്ല. വന്നവരെ ഒരാളാണ്, മനുഷ്യനാണ്, 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 മാനവനാണ് നിന്റെ വീട്ടുപുറത്ത് വന്നത്. എന്റെ സഹോദരങ്ങളെ, ഒന്നമാണ് പരീക്ഷണമാണ്. മറ്റു വിക്കറ് പറഞ്ഞു പോയി, നന്ദി പറഞ്ഞു പോയി. അധികാരങ്ങളിൽ മദീനത്തെ പള്ളിയിലോട്ട് നടന്നു പോകുമ്പോ ഒരു 10 മണി സമയം ഒരു സഹാബി മദീനത്തെ പള്ളിയിൽ നിന്ന് പൊട്ടിക്കറിയുകയാണ്. ആരും വരാത്ത സമയത്ത് ഒരു സഹാബി 10 മണി സമയത്ത് നമ്മുടെ പള്ളിയിലാണുള്ളത്. പള്ളിയുടെ മുമ്പിൽ നിന്നിട്ട് തലതന്നെ കഴിയുകയാണ്. അധികാരം കടന്നു പോയി ആ സമയത്തിന് ആ സഹാബി തിരിഞ്ഞു നോക്കി. എന്താണ് സഹാബി കരയുന്നതെന്താ? നബിയെ കടമാണ്, നബിയെ പ്രയാസമാണ്, നബിയെ രോഗമാണ്, നബിയെ അല്ലാഹു ജീവിതത്തിന് പരീക്ഷണങ്ങളാണ്, നബിയെ അല്ലാഹുവിനെ രക്ഷപ്പെടാനുള്ള മാർഗമില്ല. കടബാധ്യത തലയിൽ വന്നു, ലോകമോട് കഷ്ടപ്പെടുത്തുന്നു. പണത്തിനോട് പറയാൻ അവനല്ലേ സ്വർഗ്ഗത്തിൽ വരുന്നവൻ, അവനല്ലേ ഖജനാവിന്റെ ഉടമസ്ഥൻ, അനുവസരങ്ങളില്ലാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ. ചോദിച്ചാലോ കനക്കമില്ലാത്ത ഖജനാവിന്റെ ഉടമസ്ഥനെ തമ്പുരാനെ. ആ സമയത്ത് തന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാവീര കവിതയുടെ വിസാരത്തിന്റെ വിരൽ കൊണ്ട് തുളച്ചു മാറ്റിയത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സഹാബി, നിന്റെ കരങ്ങൾ മാറാൻ, നിന്റെ രോഗം മാറാൻ, നിന്റെ ദുഃഖം മാറാൻ, നിന്റെ പ്രയാസം മാറാൻ ഞങ്ങളെ കുറിച്ചിരുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നിനക്ക് ഞാനൊരു ദുഃഖം പഠിപ്പിച്ചു തരട്ടെയോ? ഒരേ ഒരു ഔഷധം, നന്ദിയുള്ളവനാകുക. നിനക്ക് ഞാനൊരു ദുഃഖം പഠിപ്പിച്ചു തരട്ടെയോ? നിനക്ക് ഞാനൊരു ദുഃഖം പഠിപ്പിച്ചു തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ ആനന്ദിയോ അബൂമാമത്ത് വാഹിനി اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الكبر والبخل ونعوذ بك من غلبة الدين وقهر الرجال اللهم إنا نعوذ بك من الهم والحزن اللهم ദുഃഖങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരണേ നമ്പുരാനെ. സർവശക്തിയും സർവശക്തിയാനും മാറ്റണയല്ല. കടന്നതിൽ നിന്ന് നിന്നോട് ക്ഷമിക്കുകയാണ്. നല്ല രീതിയിൽ ജീവിച്ചിട്ട് പ്രയാസങ്ങളും ദുഃഖങ്ങളും വന്ന് ഒരു നേരത്തെ കഞ്ഞിക്ക് കിട്ടിയില്ലാത്തപ്പോ മറ്റൊരാളെ നോക്കി പരിഹരിക്കുന്നുണ്ട്. അല്ലാഹുവിനോട് ഞങ്ങൾ കാവലിനെ തേടുന്നതല്ലാ. ഇന്നിങ്ങനെ നിന്നിട്ട് മറ്റൊരാളെ നമ്മെ നോക്കി തിരിക്കുന്ന മത്തയിൽ നിന്ന് റബ്ബേ ഞങ്ങളെ കാക്കണേ നമ്പുരാനെ. ഈ നിസ്കാരത്തിന് ശേഷം ചെയ്തോ. പിന്നീട് അതിനവരുടെ കഥ പറയട്ടെ. അബൂമാമ റളിയല്ലാഹു പറയുകയാണ്, ഈ ദിക്ർ ഞാൻ സർവായി പറയാൻ തുടങ്ങി. ചുരുങ്ങിയ കാലം കൊണ്ട് എന്റെ സർവ പ്രയാസങ്ങളും മാറി, എന്റെ രോഗം മാറി, എന്റെ കരം മാറി എന്ന് സയ്യിദുനാ അബൂമാമത്തുൽ ബായി. ദിക്റിലെന്തിനാ? മനുഷ്യ നന്ദിക്ക് മാത്രമല്ല, നിന്റെ പ്രയാസങ്ങൾ മാറാൻ ദിക്ർ വേണം. പ്രയാസങ്ങളുടെ പ്രശ്നമേ ഇത് നന്ദിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാത്തിനും ദിക്ർ അള്ളാഹു ദിക്റിനെ നൽകട്ടെ. നമുക്ക് സമയം നമുക്ക് നിർത്തിയ പോലെ ഈ ദുനിയാവിലെ പ്രയാസങ്ങൾ മാറ്റിത്തരുമാകും. മാറ്റിത്തരട്ടെ. 7,666 സഹോദരി 7,666 ആ സഹോദരിയെ ഉച്ചകമാകെ നീ മനസ്സിലത്ത് നൽകണേ നമ്പുരാന്. ഈ തുല്യ വിസ്തരിച്ച വർഗത്തുകൊണ്ട് അവരെ പറയാൻ
കൊടുക്കണേ അല്ലാ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ റബ്ബേ, മക്കളെ സാലിഹീങ്ങളാക്കണേ റബ്ബേ, പുതിയ സ്വപ്നത്തിൽ കാണാൻ അവസരം നൽകണേ തമ്പുരാനേ. അതുകൊണ്ട് ദിക്റിലെങ്കിലും അല്ലാഹു നവംബർ 18-ാം തീയതി മലപ്പുറം ജില്ലയിലെ പെരുന്തൽമണ്ണ വേമൂര് സംസാരിക്കുന്നുണ്ട്. ഖുർആൻ ആദ്യ വചനത്തിന് ആധികാരിക അൽഹംദുലില്ലാഹ് എന്ന ഈ അക്ഷരത്തെക്കുറിച്ച് മാത്രം 3 മണിക്കൂർ പറ്റുന്ന ഒരു വലിയ ഒരുമാതിരി അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ റബ്ബേ. ഇനി വരി കബറിൽ ചെന്നാൽ രക്ഷപ്പെടുത്തുന്നതെന്താ? നിന്നെ കബറിലേക്ക് വെച്ചാൽ പെരുകല്ല് മുകളിൽ വെച്ചു നീഹാപ്പെട്ട് ഓതീട്ട് മണ്ണും നീട്ട് തരവും നീട്ട് മരിച്ചു കബറടക്കി മിൻഹാനടക്കിനാകും പിടിപെട്ടുമാറിയിട്ടെല്ലാവരും പോയി. നിന്റെ കബറിലെ ആചരാത്രിയാണ് മലക്കുകൾ വന്നു. മൺപുക വമന്യതീരുക വമാതീരുക വമാതീരുക മൺപുക്കളോടിക്കുമ്പോ ആ മലക്കുകളോട് വ്യക്തമായി മറുപടി പറയും. ജീവിച്ചിരുന്ന പ്രയാസമാണ് നന്ദിക്ക് വേണ്ടി മാത്രമല്ല കബറിൽ പോയാൽ ഒരു ദിവസം ആദ്യം മുകളിൽ മണ്ണ്, താഴെ മണ്ണ്, വലത്തു മണ്ണ്, ഇടത്തു മണ്ണ്. അമ്മയുടെ കൂടെ ഈ പുതികാരമില്ല, ഈ പുതികാരത്തിലൂടെ എല്ലാവരും മെത്തയ്ക്ക് പകരം മണ്ണലിൽ വിരിച്ചിട്ടതാ സുബ്ഹാന റബ്ബിൽ പെയ്തിട്ടതാ മെലയ്ക്ക് പകരം മാമാ സുബ്ഹാന റബ്ബിൽ കേൾക്കേണ്ടതാത് സുബ്ഹാന കബറു കേട്ടാൽ കണ്ടാവിട്ടു നീ മലക്കുകൾ വന്നു. കബറ് കേട്ടാ കളയണം. മണ്ഡപക്കാരന്റെ റബ്ബാര പിടച്ചു പോകുന്നാവ് ആ സമയത്ത് പറയും അല്ലാഹു അക്ബർ എന്ന് പറയാൻ കഴിയും. എഴുതി വെച്ചൂടെ? മോനെ തുമ്മിയതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്ന് അതിന് ശേഷം ഇത് കൃത്യമായി പറഞ്ഞു. കബറിനെ ചോദ്യത്തിന് മറുപടി പറയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത് തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്നിട്ട് ഇന്നിയാമന്നു റബ്ബിക്കും ഫസ്മഉ മലക്കുകൾ സർവത്തിന്റെ വാതിലാണ് وَفِيكَ الَّذِينَ تَكَبَّرُوا إِلَى الْجَنَّةِ زُمَرًا കൂട്ടമായി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ വാതിലിന് മുമ്പിൽ പോകും. സ്വർഗ്ഗത്തിന്റെ വാതിലിന് താനേ തുറക്കും. സ്വർഗ്ഗം നിനക്കൊരു മകനായി ലഭിച്ചെങ്കിൽ അതിലെന്ത് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗ്ഗം നിന്റെ ഉടമസ്ഥനായി നീ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറന്നു. ആ സമയത്ത് സ്വർഗ്ഗത്ത് അമ്മ ഒരിക്കലും തിരിച്ച് അനുഗ്രഹം കാണുമ്പോ സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കുന്ന സത്യവിശ്വാസി ആകെ പരിഹരിപ്പിക്കുന്നതാണ്. അത് പറയുന്നത്
അള്ളാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ. എന്താണ് പറയുക? വാക്കല്ല ഖുർആനല്ല. ഈ 3 മണിക്കൂർ ഖുർആനല്ല എന്റെ വണ്ടി ഖുർആൻ ജനങ്ങളുണ്ട്. ഇനി രാവിലെ ആകുമ്പോഴുണ്ട് ഈ ഖുർആൻ പറയുന്നത് പോലെ ഖുർആൻ എനിക്ക് നിങ്ങൾ മാത്രമായി ഇങ്ങനെ കാണിക്കുന്നതല്ല, ഇങ്ങനെ കാണിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് ഈ 3 മണിക്കൂർ ഇന്നലെ ഭഗവാനായ കാണുമ്പോ അതിന്റെ പ്രതിഫലം സ്വർഗത്തിൽ കാണുമ്പോ അല്ലാഹുവേ വകാലുവരെ പറയും അൽഹംദുലില്ലാഹ്. സർവ്വതുല്യ കാലൊക്കെ ഞങ്ങൾ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മത്തിൽ അതിനനുസരിച്ച് സ്വർഗ്ഗത്തിൽ വെച്ചല്ലോ. ഈ വാഗ്ദാനങ്ങൾ പറയും ഇതിന് പകരം എത്രയാണ് സ്വർഗ്ഗത്തിൽ ബാക്കിയുള്ളത്. അല്ലാഹുവേ ഏത് സഹോദരി വന്നോ ആ സഹോദരിയുടെ പൊന്നുമക്കളെ അല്ലാഹു ഹഫിളാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ ഏറ്റവും വലിയ ലാഭം ആ സ്വർഗത്തിൽ സ്വർഗത്തിൽ ഏറ്റവും വലിയ ലാഭം സ്വർഗത്തിൽ ഏറ്റവും വലിയ ലാഭം ആ സ്വർഗത്തിൽ ഉമ്മയ്ക്ക് ആ സ്വർഗത്തിൽ. ഞാൻ തിരുവനന്തപുരത്ത് അതിനെ തന്നെ സഹോദരി കോഴിക്കോട് 50 കുട്ടികൾ ഇൻഷാല്ലാഹ് തൃശ്ശൂർ ജില്ലയിൽ വന്ന് തുടങ്ങാൻ പോയി. ഞാൻ ബൈക്ക് പിടിക്കണം, ബൈക്കായിട്ട് ആളുകൾ വാർത്ത നിൽക്കാനുണ്ട്. കോഴിക്കോട് തുടങ്ങി 50 കുട്ടികൾ. ഞാൻ ഇന്നലെ കുട്ടികളെ കാണാൻ പറ്റും. എന്തായാലും എല്ലാവരും അങ്ങനെ എല്ലാവരും സ്വർഗത്തിൽ കയറുമ്പോ ഒരേ ആളുകൾ പരലോകത്തിന് ഹിസാബ് നേരിടുകയാണ്. കുറിച്ച് ഹിസാബ് നേരിടുമ്പോ അതാണ് ഒരു വിഭാഗം ആളുകൾ അവർക്ക് ഹിസാബില്ല, അവർക്ക് വിചാരണയില്ല. സ്വർഗത്തിലൊരു കുടുംബത്തിൽ ആ വ്യക്തിന്റെ കുഞ്ഞുങ്ങളാണ് സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്. ആ വൃക്ഷത്തിന്റെ പേര് തൂവ എന്നാണ്. സ്വർഗത്തിലെ കുഞ്ഞ് ാണ് ബാക്കിയുള്ളൊരു പരസ്പരത്തിന് മുമ്പില് അവര് താഴ്ന്നിട്ട് തുമ്പാവട്ടത്തിന്റെ ചുമട്ടിലിരിക്കുന്ന അവരോട് ചോദിക്കും, നിങ്ങളാരാ? നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ, ില്ലല്ലോ, നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ രാജാക്കന്മാരാണല്ലോ. നിങ്ങളാണെന്ന് ചോദിക്കുമ്പോ അവര് പറയും, നിങ്ങൾ ആരെന്നറിയോ? നിങ്ങൾ അടുത്തിരിക്കുന്നവരാരാ? അത് ഞങ്ങളെ ഹാഫിളാക്കാൻ പറ്റാത്ത ഉപ്പയും ഉമ്മയുമാണത്. അത് നമ്മുടെ മക്കളെ ഹാഫിളാക്കി തന്നിട്ട് ഇതെന്റെ ഉപ്പയും ഉമ്മയുമാണ്. ഈ സഹോദരി ഒന്നാമതെന്ന ആദ്യത്തെ ആഗ്രഹം ആ സഹോദരിയുടെ മക്കൾ ഉപാവൃക്ഷത്തിന്റെ ചുമട്ടിലിരിക്കണം. എന്നിട്ട് അയൽക്കാർ ചോദിക്കുമ്പോ ഇതെന്റെ ഉമ്മയാണ് പറയണം. അള്ളാഹു അങ്ങനെയുള്ള ആളുകളായി അള്ളാഹു സഹോദരികളെ മക്കൾ അള്ളാഹു ആക്കി കൊടുക്കുമാറാകട്ടെ, ആക്കി കൊടുക്കുമാറാകട്ടെ. നാളെ ഹാഫിളിനെ 1000 മയ്യത്ത് വിട്ടുപോയി കബറിൽ വെച്ചാലും 3 ദിവസം കഴിഞ്ഞാലും പൂവരിക്കും. 3 ദിവസം കഴിഞ്ഞ് തുറന്നൊക്കെ കഴിഞ്ഞിട്ടാവില്ല. പക്ഷേ ഹാഫിളിന്റെ ഹാഫിളിന്റെ മയ്യത്തെ കബറിൽ വെച്ചാൽ പോലെ പോലും തൊട്ടു നോക്കിയില്ല. ആളെ പറയുന്നവരോ ഒരു ഹാഫിളിനെ 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. ഈ 5 വള
നരകത്തിൽ പോകുന്ന പൊന്നുമോനെ കൊടുക്കണേ അല്ലാ. അവരെ കുടുംബത്തിലൊക്കെ മരണപ്പെട്ടവരെ കൊടുക്കണേ അല്ലാഹുവേ. ഈമാൻ വിട്ടു മരിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ സമയം 12 മണി വെള്ളിയാഴ്ച രാവിലെ തുടങ്ങുന്നു. വെള്ളിയാഴ്ച വെള്ളിയാഴ്ച 12 മണി. ഖുർആനിൽ 6666 ആയത്തുണ്ട്. എന്റെ മക്കൾ 6666 ആയത്തുകൾ കാണാതെ പഠിച്ച ആത്മനിഷ്ഠമായി പറയണം എന്ന ആദ്യം വെച്ച് കേരളത്തിൽ 30,136 ആളുകൾ ഇതേവരെ പങ്കെടുത്തിട്ടുള്ള ഈ വെള്ളിയാഴ്ച രാവിലെ ഇൻഷാ അല്ലാഹ് എന്റെ അച്ഛന്മാരെ, എന്റെ പ്രയാസന്മാരെ എന്റെ സ്ഥലത്തിലേക്ക്, ഈ സ്ഥലത്തിലേക്ക് 6660 രൂപ ഒന്ന് നീട്ടി ചെയ്ത് ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇവിടെ ധാരാളമായ ആവശ്യം എത്തിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാരമായി വന്നവരാണ്. ഞാൻ അവരെ മലപ്പുറത്ത് നിന്ന് ഗോപി എന്ന ഹിന്ദു സഹോദരനാണ് കെട്ടിമാറ്റി വെച്ചു. ഡോക്ടർമാരുടെ രോഗികൾക്ക് ശമനമുണ്ടായിട്ടുണ്ട്. ഗോപി 6666 ഈ തലസ്ഥാനത്തിന് ഈ രാമനോട് അള്ളാഹു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ഒരു സഹോദരൻ 3 ആഗ്രഹങ്ങൾ പറഞ്ഞു. 3 ആളായി കാണുക. എനിക്ക് വേണ്ട പെരുമാറിൽ മുത്തരേക്ക് കാണാം. കവർ രക്ഷപ്പെടാം. കുടുംബത്തിലേക്ക് അവർക്ക് കവർ രക്ഷയാക്കി കുടുംബത്തിൽ ഐശ്വര്യം മറക്കത്ത് നൽകണേ തമ്പുരാനെ. ഈ സ്ഥലത്തിൽ നിന്ന് 6000 അള്ളാഹു സ്വീകരിക്കട്ടെ. 3-ാമത്തെ കേരളത്തിന്റെ അകത്തുള്ള ആളുകൾ ഈ സ്ഥലത്ത് കുഞ്ഞുങ്ങളിൽ ആളുകൾക്ക് സന്താനങ്ങൾ മാരകളങ്ങൾ മാറിയ 6566 ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇത് സമസ്യയുടെ അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എന്റെ ഒന്നും വന്നില്ല. കുഞ്ഞുങ്ങളെ അള്ളാഹു ഈ കൈക്ക് നോക്കാം, ഈ വഴിക്ക് നോക്കാം. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ സദസ്സിനെ 6000 ദിക്ർ ചൊല്ലിക്കാൻ പോവുകയാണ്. അള്ളാഹുവേ 22 വർഷമായി കുട്ടികളിലാണ് അള്ളാഹു തറക്കൊണ്ട് നൽകിയിട്ടുണ്ട്. രോഗികൾ മാറാൻ, കടകൾ മാറാൻ, വസ്തു വിട്ടു പോകാൻ ഈ സദസ്സിലുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ പറയുക 5-ാമത്തെ 6-ാമത്തെ